ഇങ്ങനെ പറയുന്ന ആരെങ്കിലും ഇവിടെയുണ്ടോ? എന്നെ സ്നേഹിക്കേണ്ട ആളുകൾ എന്നെ ഇപ്പോൾ സ്നേഹിക്കുന്നില്ല. എന്നെ സ്നേഹിക്കേണ്ടിയിരിക്കുന്ന ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല. എന്നെ സ്നേഹിക്കേണ്ടുന്ന മക്കൾ എന്നെ സ്നേഹിക്കുന്നില്ല. എന്നെ സ്നേഹിക്കേണ്ടുന്ന മമ്മി എന്നെ സ്നേഹിക്കുന്നില്ല. എൻ്റെ പപ്പ എന്നെ സ്നേഹിക്കുന്നില്ല. എല്ലാവരും എന്നെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഞാൻ വളരെ ആത്മാർത്ഥതയോടെയാണ് ജോലി ചെയ്യുന്നത്. എന്നാൽ എൻ്റെ മേലധികാരികൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നതേയില്ല. ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ജോലി ചെയ്യുന്നത്. എന്നാൽ എൻ്റെ കഷ്ടപ്പാട് ആരും ശ്രദ്ധിക്കുന്നില്ല. ഞാൻ എങ്ങനെയായിരുന്നുവോ അതുപോലെ തന്നെയാണ് പോകുന്നത്. ഒരു ദരിദ്രനായിട്ട്, ഒന്നുമില്ലാത്തവനായിട്ട്, എളിയവനായിട്ട് എൻ്റെ ജീവിതത്തിൽ ഉയർച്ചയില്ലാതെ അങ്ങനെ തന്നെ പോകുന്നു. എനിക്കൊരു മാറ്റമുണ്ടാകുമോ? ഇങ്ങനെ ചോദിക്കുന്നവർക്കുള്ള ഉത്തരം യേസ് എന്നാണ്. എൻ്റെ ദൈവം കഷ്ടപ്പെടുന്നതായ ആളുകളെ ഇഷ്ടപ്പെടുന്നവരാണ്. അവരെ വിടുവിക്കുന്നവനാണ്. അവർക്ക് ശ്രേഷ്ഠകരമായ നല്ല ദിനങ്ങൾ നൽകിത്തരുന്നവനാണ്. ഇന്നൊരു പക്ഷേ എല്ലാവരാലും തള്ളപ്പെട്ട് ജീവിക്കുന്നതായ ഒരു വ്യക്തിയാണോ നീ? വേദനയിൽ കൂടി കടന്നു പോകുന്ന വ്യക്തിയാണോ? ഭാര്യയായിട്ടും വീട്ടിലൊരു വേലക്കാരത്തിയെ പോലെയാണോ നീ കഴിഞ്ഞുകൂടുന്നത്? ഉത്തരവാദിത്തമുള്ള ഭർത്താവായിട്ട് നീ ജീവിക്കുമ്പോഴും നിന്നെ ആരും മനസ്സിലാക്കുന്നില്ലയോ? നീ കഷ്ടപ്പെട്ട് പഠിക്കുമ്പോഴും മാതാപിതാക്കൾ നിന്നെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യാതിരിക്കുകയാണോ? എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എന്നെ ആരും അറിയുന്നില്ല, എന്നെ ആരും നടത്തുവാനില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ നിനക്കൊരു ശുഭവാർത്ത. അതെന്താണെന്ന് വെച്ചാൽ, നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നിനക്കായി കരുതുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കഷ്ടതകൾ കാണുന്ന ദൈവമുണ്ട്. നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കുന്നതായ ഒരു ദൈവം ഉണ്ട്. അവനാണ് ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തു. ദാവീദിന് പിതാവ് ബാക്കിയുള്ള എല്ലാവരെയും വിളിച്ചു, എന്നാൽ ദാവീദിനെ വിളിച്ചില്ല. പിതാവ് അവനെ തള്ളിക്കളഞ്ഞു, എന്നാൽ ദൈവം അവനെ തള്ളിക്കളയുവാൻ ഇടയായില്ല. ശമൂവേൽ ചോദിച്ചു, ഇത്രയുമാണോ നിന്റെ മക്കൾ? ഇനി ആരെങ്കിലും വരുവാനുണ്ടോ എന്ന്. അപ്പോൾ ഇളയവൻ ആടുകളെ മേയ്ക്കാൻ പോയിരിക്കുകയാണ്. വിളിപ്പിക്കുക. ദാവീദ് കടന്നു വരുന്നതുവരെയും ശമൂവേൽ കാത്തിരുന്നു. പ്രിയ സഹോദര സഹോദരി, നിന്നെ അനുഗ്രഹിക്കുന്നതുവരെയും കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് നന്മകൾ ചെയ്തു തരുവാൻ കാത്തിരിക്കുകയാണ്. നിന്നെ അഭിഷേകം ചെയ്യുവാനായി കാത്തിരിക്കുകയാണ്. നിന്റെ കഷ്ടതകൾക്കൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് നിന്നെ ഉയർത്തുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ധൈര്യത്തോടിരിപ്പീൻ. നല്ല ദിനങ്ങൾ ദൈവം നിനക്ക് നൽകാൻ പോകുന്നു. നിന്റെ കഷ്ടതയ്ക്ക്, നിന്റെ കണ്ണുനീരിന് മറുപടി എൻ്റെ കർത്താവ് നൽകാനിടയാകും. ഈ ദിവസം ഈ വചനം എന്നെ ആശ്വസിപ്പിക്കുന്നു. ഈ വാക്യം എന്നെ ബലപ്പെടുത്തുകയാണ്. തള്ളപ്പെട്ട് കിടന്നവനായ ദാവീദിനെ എങ്ങനെയാണോ ദൈവം കാണുവാനിടയായത്, അതുപോലെ എന്നെയും ദൈവം ഒരു നാൾ കാണുമെന്നുള്ളതായ വാർത്ത എനിക്ക് ആശ്വാസവും ബലവും നൽകുകയാണ്. ദൈവമുമ്പാകെ എങ്ങനെയാണോ ദാവീദ് തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചത്, അതുപോലെ തന്നെ എൻ്റെ ജീവിതവും സമ്പൂർണമായിട്ട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, ശ്രേഷ്ഠമായ അങ്ങയുടെ വചനത്തിൽ കൂടി ഞങ്ങളോട് വളരെ വ്യക്തമായി സംസാരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹീതമാക്കി മാറ്റുന്നതോർത്ത് അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. ദാവീദ് എന്തുകൊണ്ടാണ് തള്ളപ്പെടുവാനിടയായത്? എന്തുകൊണ്ടാണ് വിശന്ന് വലഞ്ഞ് ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുവാൻ ഒക്കെ ഇടയായത്? അതിനെ സംബന്ധിച്ചുള്ള ചില സത്യങ്ങൾ ഞങ്ങൾക്ക് കേൾക്കുവാൻ കഴിഞ്ഞല്ലോ. ദാവീദിന് സ്വന്തം വീട്ടിൽ തന്നെ സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞില്ല. ജ്യേഷ്ഠന്മാരുടെ സ്നേഹം അനുഭവിക്കുവാൻ കഴിഞ്ഞില്ല. ഒരു ഇളയവനായി, ഏറ്റവും ചെറിയവനായി ജീവിച്ചു. ഒരടിമയെപ്പോലെ, വേലക്കാരനെപ്പോലെ ആ വീട്ടിലെല്ലാവരും അവനെ കരുതി. ഇന്നും ഞങ്ങളുടെ മധ്യയിൽ ഇങ്ങനെയുള്ളവരുണ്ടോ? മാതാപിതാക്കളിൽ നിന്ന് മകനോടും മകളോടുമുള്ളതായ സ്നേഹമോ വാത്സല്യമോ അനുഭവിക്കുവാൻ കഴിയാത്തവർ, ഭാര്യയും ഭർത്താവുമായി പരസ്പരം അനുഭവിക്കേണ്ടതായ സ്നേഹത്തെ അനുഭവിക്കുവാൻ കഴിയാത്തവർ, തള്ളപ്പെട്ട് കിടക്കുന്ന ആളുകൾ, സ്നേഹമോ സന്തോഷമോ അനുഭവിക്കാൻ കഴിയാതെ കർത്താവേ സങ്കടത്തോടെ ആയിരിക്കുന്നവർ, വളരെ വേദനയോടെ സങ്കടത്തോടുകൂടി കർത്താവേ, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഈ ഒരു അവസ്ഥ കടന്നു വന്നിരിക്കുന്നത്? എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഈ കഷ്ടതയും വേദനയും? എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഈ ഒറ്റപ്പെടൽ? എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ
യാതൊരു കാരണവുമില്ലാതെ നിന്ദയും അപമാനവുമൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിലവിളിക്കുന്ന, നിന്റെ സന്നിധിയിൽ കർത്താവേ കണ്ണുനീരോടുകൂടി ഭാരത്തോടുകൂടി ആയിരിക്കുന്നതായ മക്കളുണ്ട്. അവരെ കണ്ണുനീരിനെ നീ തുടയ്ക്കണമേ. അവരുടെ ഭാരങ്ങളെ എടുത്തു മാറ്റണമേ. അവരുടെ കഷ്ടതകളുടെ നടുവിൽ നിന്റെ മറുപടിയെ അത്ഭുതകരമായി ആശ്വാസകരമായി അവർക്ക് ഓരോരുത്തർക്കും നീ നൽകുമാറാകണമേ. എളിയവരെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ദരിദ്രന്മാർക്കായി കരുതുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുവാൻ തക്കവണ്ണം കർത്താവേ, ഈ ദിവസം നിന്റെ സന്നിധിയിൽ ദാവീദിനെ പോലെ അനുസരിക്കുന്ന വ്യക്തികളായി, അധ്വാനിക്കുന്ന സ്വഭാവമുള്ളവരായിട്ട്, എല്ലാം സഹിച്ചുകൊണ്ട് വഹിച്ചുകൊണ്ട് നിരാശപ്പെടാതെ ആകുലപ്പെടാതെ മുൻപോട്ട് പോകാൻ കഴിയുന്നതായ മനസ്സുള്ളവരായി, ദൈവമേ, പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും ഒരു അനാഥനെ പോലെ ജീവിക്കേണ്ടി വന്ന സന്ദർഭത്തിലും തൻ്റെ മകനെ ആത്മീയതയിൽ വളർത്തുവാനുള്ളതായ ഒരു കൃപ ദാവീദിനെ മാതാവിന് കൊടുത്തതുപോലെ ഓരോ മാതാവിനും കൊടുക്കണമേ. തങ്ങളുടെ മക്കളെ ആത്മീയതയിൽ വളർത്തുവാനുള്ള കൃപ കൊടുക്കണമേ. പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴും മക്കളെ ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് വളർത്തുവാനുള്ളതായ കൃപ ഓരോ മാതാപിതാക്കൾക്കും കൊടുക്കണം എന്ന് യേശു കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.